അവളുടെ ചിറ്റയായ രേവതി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവളും അനുഭവിക്കണം. ആറ് വാശി പോലെ പറഞ്ഞു. ദത്തന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അത് നടക്കില്ല അമ്മ. തനുവിനെ ഇനി ഉപദ്രവിക്കാൻ എനിക്ക് കഴിയില്ല. ഇത്രയും നാളും അമ്മ പറഞ്ഞ പോലെ രേവതിയോടുള്ള ദേഷ്യം ഞാൻ തനുവിന്റെ മേൽ ചൊരിഞ്ഞു. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ അവളോട് ചെയ്തു കൂട്ടി. പക്ഷെ ഇനി എനിക്കതിന് കഴിയില്ല. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു. എന്റെ പ്രാണനേക്കാളേറെ ഞാൻ അവളെ പ്രണയിക്കുന്നു. അവളില്ലെങ്കിൽ ഇനി ദത്തൻ അപൂർണനാണ് അമ്മേ. അതുകൊണ്ട് പ്ലീസ് അവളെ ഒഴിവാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അമ്മ എന്റെ അരികിലേക്ക് വരരുത്. അവൻ തൊഴയോടെ പറഞ്ഞുകൊണ്ട് നിർത്തിയതും അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോ നമ്മുടെ കുടുംബക്കാർത്തോട് കുടുംബത്തിലെ പെണ്ണെ തന്നെ നിനക്ക് വേണമെന്നാണോ നീ പറയുന്നത് ദത്ത? അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചവരൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് തനുവിനെ വേണം അമ്മ. അവളെ ഞാൻ സ്നേഹിക്കുന്നു. അതിനപ്പുറമായി ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴവനെ നാവിൽ നിന്ന് വീണ വാക്കുകളുടെ നടുക്കത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു ശ്രീദേവി. മുഖമുയർത്തിയതും തന്റെ മുമ്പിൽ പുച്ഛച്ചിരിയോടെ നിൽക്കുന്ന രാജേശ്വരി കണ്ടൊന്ന് പതറി. കഷ്ട ഏടത്തി ഒരു പെണ്ണല്ലേ? എന്നോ നടന്നൊരു സംഭവത്തിന്റെ പേരിൽ ഒരു കൊച്ചു പെൺകുട്ടിയോട് പകപോക്കാൻ നടക്കുന്ന ഏടത്തിയോട് എനിക്ക് സഹതാപം തോന്നുക. അവരെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് രാജേശ്വരി അടുക്കളയിലേക്ക് തിരിഞ്ഞടന്നു. ആറ് പോയി കഴിഞ്ഞതും ദത്തന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ നിന്ന ശ്രീദേവി സോഫയിൽ നിന്ന് ആഞ്ഞടിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിലെ കൈവരിൽ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന തനുവിനെ ആ നിമിഷം ആരും കണ്ടിരുന്നില്ല. ദത്തന്റെ വാക്കുകൾ ഓരോന്നും അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം എന്തിനെന്നറിയാതെ അവളുടെ ചുണ്ടിലൊരു നറുപ്പുഞ്ചിരി തെളിഞ്ഞു വന്നു. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. അന്നത്തെ ദത്തനും ശ്രീദേവിയും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം 2 ആഴ്ചകൾ പിന്നിട്ടു. അതിനിടയിൽ പലപ്പോഴും ദത്തൻ തന്റെ പ്രണയം പല രീതിയിലും തനുവിനെ അറിയിച്ചുകൊണ്ടിരുന്നു. ആദ്യമുണ്ടായിരുന്ന അവളുടെ അകൽച്ചയൊക്കെ മാറി പതിയെ അവളുമായി അടുത്തു തുടങ്ങി. എന്തുകൊണ്ടോ അവളവനെ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും പൂർണ്ണമായിട്ട് അവൻ ഉൾക്കൊള്ളാൻ അപ്പോഴും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അത് മനസ്സിലായി എന്ന പോലെ അവൻ അവൾക്ക് വേണ്ടി സമചിതത്തോടെ കാത്തിരുന്നു. മോളെ, കിച്ചണിൽ നിന്നും കാര്യമായിട്ടെന്തോ ചെയ്തുകൊണ്ടിരുന്ന തനുവിന്റെ അരിയിലേക്ക് വന്നിരുന്നുകൊണ്ട് രാജേശ്വരി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. എന്താ അപ്പച്ചി? അവൾ ചോദിച്ചോ. അവർ കയ്യിൽ നിന്നൊരു കെട്ടി ചുവന്ന ചീര അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ദത്തിന് ചുവന്ന ചീരത്തോരൻ ഭയങ്കര ഇഷ്ടം. മോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുവോ? അവളുടെ മുഖത്തെ സംശയം കണ്ടത് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എന്തേ മോൾക്കത് ഉണ്ടാക്കാൻ അറിയില്ലേ? ആളുടെ മുഖഭാഗം കണ്ട് അവർ സംശയത്തോടെ ചോദിച്ചു. അറിയാം, പക്ഷെ ഞാനുണ്ടാക്കി അദ്ദേഹം കഴിക്കുമോ? അത് ചോദിക്കുമ്പോൾ അവളിൽ സംശയം നിറഞ്ഞിരുന്നു. കാരണം ദത്തന് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പച്ചിയോ ശ്രീദേവിയോ ആയിരുന്നു. ഇല്ലെങ്കിൽ അവൻ കഴിക്കില്ലെന്നായിരുന്നു ശ്രീദേവിയുടെ പക്ഷം. അതെന്താ മോൾ അങ്ങനെ ചോദിച്ച്? അല്ല, അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾക്ക് അപ്പച്ചി അമ്മയും കൂടിയല്ലേ നോക്കുന്നത്, അതാ ഞാൻ ചോദിച്ച്. ആൾ കാര്യമായിട്ട് ചോദിക്കുന്നിട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ നേരത്തെ അല്ലേ മോളെ, ഇപ്പൊ അവന് നീ ഉണ്ടാക്കുന്ന കഴിക്കാനാണ് ഏറെ ഇഷ്ടം. ആരവളെ താടിയിലൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവള് നെറ്റിച്ചു വിളിഞ്ഞു. എന്തേ, സംശയമുണ്ടോ? ആളുടെ മുഖത്തെ സംശയം കണ്ട് അവർ ചോദിച്ചു. അത് പിന്നെ അന്ന് ആളുടെ മനസ്സിലേക്ക് അന്നൊരു ദിവസം അവന് വേണ്ടി താൻ ഭക്ഷണം എടുത്ത് കൊടുക്കാൻ നിന്നപ്പോൾ അവൻ അതിനെ അവഗണിച്ചുകൊണ്ട് സ്വയം എടുത്ത് കഴിച്ചാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് മോൾ ടെൻഷനാവണ്ട. അന്നത്തെ ദത്തനല്ല ഇപ്പൊ മോളുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് അവന് നിന്നോട് ദേഷ്യമായിരുന്നു, എന്നാൽ ഇന്ന് അവന് നിന്നോട് പ്രണയം. അതുകൊണ്ട് കൂടുതൽ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ അതെടുത്ത് കറി വയ്ക്കാൻ നോക്ക്. അവൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. നിന്നെ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഇനി നീ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മതി ചെക്കിന് ഹാലിളകാൻ. അവരൊരു ചിരിയോടെ പറഞ്ഞു. ആളുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി തെളിഞ്ഞു. എന്നാ ആര് പറഞ്ഞു? പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവരിരുവരും തിരിഞ്ഞു നോക്കി. അവിടെ അവരിരുവരെയും നോക്കി ദയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവിയെ കണ്ട് രാജേശ്വരിയും തനുവും പരസ്പരം നോക്കി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ശ്രീദേവി പലതരത്തിൽ തനുവിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദത്തൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ ശ്രീദേവിക്ക് അവളോടുള്ള ശത്രുത പകയായി മാറിയിരുന്നു. അവരുടെ ഉപദ്രവങ്ങൾ പലതും അവൾ കണ്ണിൽ നിന്ന് അടിച്ച് തള്ളിക്കളയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തനുവിനെ ഒന്ന് തർപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്രീദേവി രാജേശ്വരിയുടെ അരിയിലേക്ക് വന്നു നിന്നു. എന്റെ മോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. കണ്ട കുണ്ടിലും കുടിയിലും കിടന്നവളുമായിരുന്നു, അതിനായി മെനക്കെടണ്ട. തനുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ രാജേശ്വരിയോടായി പറഞ്ഞു. തനു അത് കേൾക്കാത്ത ഭാഗത്തിൽ അവിടെ തന്നെ നിന്നു. ഏടത്തി, സൂക്ഷിച്ച് സംസാരിക്കണം. അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ രാജേശ്വരി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എങ്ങനെ സംസാരിക്കണം നീ എന്നെ പഠിപ്പിക്കേണ്ട രാജി. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആർക്ക് വേണ്ടിയും വക്കാലത്തായിട്ട് നീ എന്റെ മുമ്പിലേക്ക് വരണ്ട. തനുവിനെ അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് അവർ രാജേശ്വരിയോടായി പറഞ്ഞു. ഏടത്തി പ്ലീസ്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. തനു പാചകം ചെയ്തോട്ടെ. ദത്തം പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ. അവൻ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഏടത്തിക്ക് അത് വ്യക്തമായി തന്നെ അറിയാവുന്നല്ലേ? രാജേശ്വരി മുന്നറിയിപ്പ് എന്ന പോലെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് ഒന്നുമില്ല രാജി. ഇനി എന്ത് വന്നാലും ഇവളെ കൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കിക്കില്ല.
അതും പറഞ്ഞുകൊണ്ട് അവർ തനുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞെന്ന് ബേസിലിട്ടിരുന്ന ചീരത്തണ്ടകൾ കഴുകിയെടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും തനിയോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നു. എന്തായാലും ഈ ചെയ്ത് ശരിയായില്ല എടുത്തി. ഇനി ദത്തിനെ തറിയുമ്പോൾ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. അതിനവർ മറുപടിയൊന്നും പറയാതെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നതേ ഉള്ളൂ. അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ രാജേശ്വരിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ രണ്ടുപേരും പോയതും ശ്രീദേവി പതിയെ മുഖമുയർത്തി അവർ പോയ വഴിയെ നോക്കി. എന്തു വന്നാലും നിന്നെ ഇവിടെ ഞാൻ അടിച്ച് പുറത്താക്കിയിരിക്കും തനുശ്രീ. എന്റെ മകന്റെ ഭാര്യയായിട്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ വാഴിക്കില്ല. പകമുറ്റ കണ്ണുകളോട് അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവർ പീറിക്കുമ്പോൾ കയ്യിലിരുന്ന ചീരത്തണ്ടുകൾ നുള്ളിപ്പിന്നി അവർ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ തനു അപ്പച്ചിയോട് പറഞ്ഞു നേരെ തന്റെ റൂമിലേക്കാണ് പോയത്. എന്തുകൊണ്ടോ ആ സമയം തനിച്ചിരിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. മുറിയിലേക്ക് കയറിയതും വാതിൽ ചേർത്തടച്ചുകൊണ്ട് തനു ബെഡിലേക്ക് പോയിരുന്നു. ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകളടക്കുമ്പോൾ അവളുടെ മനസ്സിലെ ദത്തന്റെ മുഖം തന്നെ തെളിഞ്ഞു നിന്നിരുന്നു. അവൻ കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ സത്യമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും എന്തോ എന്ന് അവൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ അത് അവൻ നൽകിയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ കുടുംബം നൽകുന്ന പ്രകടമായ അവഗണനയോ. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവൾ ആ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ടേബിളിൽ നിന്ന് ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ കണ്ണുകൾ തുറന്ന് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഫോൺ കയ്യിലേക്ക് എടുത്തു. സ്ക്രീനിലേക്ക് നോക്കിയതും അതിൽ തെളിഞ്ഞാടുന്ന പേര് കണ്ട് അവളുടെ മുഖം വിളറി. ചിറ്റ. ആ പേര് മന്ത്രിക്കുമ്പോൾ അവളുടെ കൈകളൊന്ന് വിറച്ചുപോയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ചിറ്റയുമായി ഒന്ന് സംസാരിച്ചിട്ട്. അന്ന് ചിറ്റയെ കണ്ട് മടങ്ങി വന്നതിന് ശേഷം അവരുടെ കോളുകളോ മെസ്സേജുകളോ ഒന്നും താൻ നോക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ലെന്ന് അവൾ ഓർത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം പതർച്ചയോടെ ഇരുന്നു. ആ നിമിഷം തന്നെ കോള് കട്ടായി. തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഒരു നിമിഷം ആലോചിച്ചിരുന്ന ശേഷം അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ. അവൾ ഹലോ പറഞ്ഞിട്ടും മറുവശത്ത് നിശബ്ദം നിറഞ്ഞു നിൽക്കുന്ന കണ്ട് അവൾ ഒരു നിമിഷം മൗനം പാലിച്ചു. തനു. അല്പസമയത്തിന് ശേഷം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചിറ്റയുടെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞതും അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ ഈറനായി. തനു മോള് ചിറ്റയോട് പിണക്കാണോ? രേവതിയുടെ തളർന്ന സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു. അവരുടെ കരച്ചിൽ സീലുകൾ അവളുടെ ഉള്ളം പൊള്ളിച്ചുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയും ഒരുമിച്ച് നഷ്ടമായപ്പോൾ തന്നെ കുഞ്ഞിനെ ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച സ്ത്രീയാണ്. അവരെയാണ് താനിപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്ത തെറ്റുകൾ ഓർക്കുമ്പോൾ താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നൊരു വെറും വാക്യങ്ങളിൽ ചിറ്റ പറഞ്ഞിരുന്നെങ്കിൽ താൻ പൂർണ്ണമായും ചിറ്റയെ വിശ്വസിച്ചേനെ. പക്ഷേ ലക്ഷ്മി ആൻറ്റി പറഞ്ഞ കഥയിലെ സത്യാവസ്ഥ എന്താണെന്ന് താൻ ചോദിച്ചപ്പോഴുള്ള ചിറ്റയുടെ മൗനം, കുറ്റബോധത്തോടെ തലകുനിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ്, താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയാതെ പറയുന്ന പോലെ, അതാണ് തന്നെ തകർത്ത് കളഞ്ഞ്. അവൾ ഓർത്തുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. ഹലോ മോളെ. മറുവശത്ത് നിന്ന് രേവതിയുടെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്തു വേണം? അവളുടെ സ്വരത്തിലെ ഗൗരവം തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ ഈറനായി. മോൾക്ക് ചിറ്റയോടുള്ള ദേഷ്യതരം മാറിയില്ലേ മോളെ? അവർ ദയനീയമായി ചോദിച്ചു. അവൾ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. അതങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒന്നല്ലല്ലോ ചിറ്റേ. മോളെ ഞാൻ വേണ്ട ചിറ്റേ, എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. അവരെന്തോ പറയാൻ തുടങ്ങിയതും അവളുടെ ഉറച്ച ശബ്ദം അവരുടെ കാതിൽ വന്ന് പതിച്ചു. അവളുടെ ശബ്ദത്തിലെ കടുപ്പം മനസ്സിലായതും മറുതലക്കിൽ അവർ മൗനമായി നിന്ന് കണ്ണീർ വാർത്തു. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ചിറ്റേ. എൻ്റെ ചിറ്റക്ക് സൂര്യനാരായണിൽ നിന്നൊരു കുഞ്ഞ് പറഞ്ഞിരുന്നോ? അവളുടെ ചോദ്യം കാതിൽ വന്ന് പതിച്ചതും ഒരു പിഞ്ചു കുഞ്ഞിന്റെ അലറിക്കരച്ചിൽ തനിക്ക് ചുറ്റും അലടിക്കുന്ന അയാൾക്ക് തോന്നി. ശ്വാസം പിടഞ്ഞുകൊണ്ട് അല്പപ്രാണനായുള്ള അതിന്റെ പിടച്ചിൽ തന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. ഒടുവിൽ ജീവനില്ലാത്ത ആ പിഞ്ചുദേഹത്തെ ഒരു വെള്ളത്തുള്ളിൽ പൊതിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറുന്ന കൂടി മനസ്സിൽ തെളിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച കൺപീലികൾക്കിടയിലൂടെ നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. ഇങ്ങനെ മിണ്ടാ നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് പറയിച്ചിട്ടേ, എനിക്ക് സത്യം അറിയണം. വീണ്ടും അവളുടെ ശബ്ദം കാതിൽ അലയടിച്ചതും അവർ ഞെട്ടിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളോട് എന്ത് മറുപടി പറയുന്നറിയാതെ അവർ ഫോൺ ചെവിയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് തളർച്ചയോടെ ചുമരിലേക്ക് ചാരി നിന്നു. ഒന്ന് വായ തുറന്ന് പറയിച്ചിട്ടേ, സൂര്യമംഗലത്ത് സൂര്യനാരായണന്റെ ചോറിൽ എന്റെ ചിറ്റയ്ക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നോ? ഫോണിൽ കൂടി കേട്ട അവരുടെ ആ ചെറുമൂളലിൽ തനുവിന്റെ ഹൃദയം 10 മടങ്ങി വേഗതയിൽ മിടിച്ചു. കേട്ടതൊക്കെയും സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന പോലെയായിരുന്നു അവരുടെ മറുപടി. എന്നിട്ട് ആ കുഞ്ഞെവിടെ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദമല്ലാതെ വിറച്ചുപോയിരുന്നു. മരിച്ചുപോയി. ഒട്ടും ആലോചിക്കാതെ ഉറച്ച സ്വരത്തിലുള്ള ഒരു വാക്കുകൾ കേട്ടതും തനുവിന് തന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. എന്താ ചിറ്റ പറഞ്ഞ്? രേവതിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകളുടെ നടുക്കത്തിൽ നിന്നും ഒരുവിധം മോചിതയായതും തനു ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. എന്നാൽ രേവതിയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്ത്. ഹലോ ചിറ്റേ. അവൾ രേവതിയുടെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരുന്നു. റിങ് ചെയ്ത് അവസാനിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ദേഷ്യത്തോടെ അവൾ ഫോൺ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് അടുത്തിടുന്ന ചെയറിൽ കയറിയിരുന്നു. എന്തൊക്കെയാ താനീ കേട്ടത്?
താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് യാതൊരു സങ്കോചം കൂടാല്ലേ ചിറ്റ പറഞ്ഞ്. അതിനകത്ത് ആ കുഞ്ഞ് മരിച്ചുപോയാലും ചിറ്റയ്ക്ക് ഒരു വിഷമമില്ലെന്നല്ലേ? അല്ലെങ്കിൽ പേറ്റ് നോ പറഞ്ഞ് ഏതെങ്കിലും അമ്മക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? അപ്പൊ ലക്ഷ്മി ആൻറ്റി പറഞ്ഞൊക്കെ സത്യം തന്നെയായിരുന്നോ? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ ചിറ്റ തന്നെയാണോ കൊന്നുകളഞ്ഞ്? പക്ഷെ എൻ്റെ ചിറ്റ പോലെ സ്ത്രീക്ക് അതിനെങ്ങനെ സാധിക്കും? ഈശ്വരൻ, ഞാനിത് ഏതാ വിശ്വസിക്കേണ്ടത്? അവൾ ഇരു കൈകളും തലയിൽ താങ്ങി വെച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവിടുന്ന് ചാടി എഴുന്നേറ്റു. ഇല്ല, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. അതും ചിറ്റയുടെ നാവിൽ തന്നെ എനിക്കറിയണം. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി. അപ്പച്ചി, കട്ടിലിരുന്ന് തുണികൾ മടക്കി വെച്ചുകൊണ്ടിരുന്ന രാജേശ്വരി തനുവിന്റെ വിളി കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആ, മോളിതെങ്ങോട്ട് ഈ സമയത്ത്? എവിടേക്കോ പോവാനെന്ന പോലെ ഒരുങ്ങി നിൽക്കുന്ന തനുവിനെ കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു. അത് ഞാനൊന്ന് വീട് വരെ, ചിറ്റയും കുഞ്ഞിനെയും കണ്ടിട്ട് കുറച്ചായി. റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്ന് പോയി കാണാൻ പറ്റിയിട്ടില്ല. ആൾ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു. ആ, എന്നാ മോള് പോയിട്ട് വാ. പിന്നെ ദത്തന് ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോഴേക്കും മോളിങ് എത്തണേ. ഇല്ലേ പിന്നെ അത് മതി. ആ ചെക്കന് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ തനുവിനോട് മാപ്പ് പറഞ്ഞ പോലെ ദത്തൻ രാജേശ്വരിയോട് മാപ്പ് പറഞ്ഞിരുന്നു. പൂർണ്ണമായും ക്ഷമിച്ചില്ലെങ്കിലും അവരവനോട് ഇപ്പോൾ അനിഷ്ടമൊന്നും കാണിക്കാതെ തന്നെ സംസാരിക്കുമായിരുന്നു. രാജേശ്വരി പറഞ്ഞു കേട്ട് തനിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് അത്ര തെളിച്ചമുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിറെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നിറഞ്ഞിരുന്നുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊന്നും അവൾ കേട്ടിരുന്നില്ലെന്നാണ് സത്യം. ആ, എന്നാ പിന്നെ മോളിന്ന് സമയം കളയണ്ട, വേഗം പോയിട്ട് വാ. ഏടത്തി കിച്ചണിലായതുകൊണ്ട് അവിടെ നിന്ന് മുടക്കെന്തെങ്കിലും പറയുന്നത് പേടിക്കണ്ട. അവർ പറഞ്ഞു. ആളൊന്നും തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു. ആൾ പോകുന്നു നോക്കി ഒരു നെടുവീർപ്പോടെ അവർ തന്റെ ജോലി തുടർന്നു. ഓഫീസ് റൂമിൽ റിവോൾവിംഗ് ചെയറിൽ ചാരിക്കുന്ന ദത്തന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. മുന്നിലെ ലാപ്ടോപ്പിൽ തെളിഞ്ഞാടുന്ന തനുവിന്റെ ചിത്രത്തിലേക്ക് അവൻ കണ്ണുകളെടുക്കാതെ നോക്കിയിരുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തനുവിന്റെ മുഖത്തിന് വല്ലാത്തൊരു ആകർഷണീയതയുണ്ടെന്ന് ദത്തിന് തോന്നി. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത പോലെ ആളെ ഒന്ന് നേരിട്ട് കാണാൻ അവന്റെ മനസ്സ് തുടികൊട്ടിക്കൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ഉച്ചയായാൽ മതിയെന്ന് അവൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ക്യാബിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ വെപ്രാളത്തോടെ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. ഓ, നീയായിരുന്നോ? അകത്തേക്ക് കയറി വന്ന വിഷ്ണുവിനെ കണ്ട് അവൻ ആശ്വാസത്തോടെ ചോദിച്ചു. എന്നേ, നീ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അവന്റെ ചോദ്യം കേട്ടതും വിഷ്ണു അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഞാൻ കരുതി വേറെ വല്ല സ്റ്റാഫായിരിക്കുന്നത്. അവൻ അലസമായി പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്പ് ഓൺ ചെയ്തു. അപ്പോഴേക്കും വിഷ്ണു അവന്റെ അരികിൽ വന്നിരുന്നു. മുന്നിലെ ലാപ്പിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ട് വിഷ്ണുവിനെ നെറ്റി ചുളിഞ്ഞു. അവൻ സംശയത്തോടെ ആ ലാപ്പ് പിടിച്ച് തന്നെ നേരെ തിരിച്ചു നോക്കിയതും അതിലെ വാൾപേപ്പറായി സെറ്റ് ചെയ്തിരിക്കുന്ന തനുവിന്റെ ഫോട്ടോ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. വാവ്, അപ്പൊ പൊന്നുമോൻ ഇവിടെ ഇരുന്ന് എന്റെ പെങ്ങളോച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലേ? അവനൊരാക്കി ചിരിയോടെ ചോദിച്ചു. ദത്തൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാൻ നോക്കുന്നുണ്ടെങ്കിലേ അതെന്റെ പെണ്ണിനെയാ, അല്ലാതെ വല്ലവളുമാരെയൊന്നുമല്ലല്ലോ. അവൻ വിഷ്ണു നോക്കി പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതെന്തായാലും അല്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ ഇപ്പോഴും ഈ നോയിക്കൊണ്ടിരിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ കാര്യമുള്ള പുരോഗമനമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. വിഷ്ണു വീണ്ടും അവനെ കളിയാക്കിയതും ദത്തൻ അവനെ നോയിക്കൊണ്ട് ചുണ്ടുകൂട്ടി. ആര് പറഞ്ഞു പുരോഗമനമില്ലെന്ന്? ഇപ്പം മുമ്പത്തേക്കാളും നല്ല മാറ്റമുണ്ട്. ആദ്യം അവൾ എൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്ന കൂടി ഇല്ലായിരുന്നു. ഇപ്പം അതിൽ നിന്നെല്ലാം മാറി എൻ്റെ കാര്യങ്ങളെല്ലാം അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലേ? അത് തന്നെ നല്ലൊരു മാറ്റമല്ലേ? ആ, അത് ശരിയാ. അവൻ പറഞ്ഞു കേട്ട് വിഷ്ണു അതിനനുകൂലിച്ചു. ആ, അതാ ഞാൻ പറഞ്ഞു, പതിയെല്ലാം ശരിയായിക്കോളും. എല്ലാം മറക്കാനും ക്ഷമിക്കാനൊക്കെ ആൾക്കൊരു സമയം വേണം. അതുവരെ ഞാൻ കാത്തിരുന്നോളടാ. ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. ഒരു പുഞ്ചിരിയോടെ ദത്തം പറഞ്ഞു. വിഷ്ണുവിന്റെ ചുണ്ടിൽ അതേ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും ക്ലോക്കിൽ മണി ഒന്നടിച്ചതിന്റെ ബെല്ല് മുഴങ്ങി. ആ, ലഞ്ച് ടൈമായി. ഞാൻ വീട്ടിലേക്ക് പോവാ, നീ വരുന്നുണ്ടേ വാ. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ചീരത്തോരനും കൂട്ടി ഊണ് കഴിക്കാം. അവനൊരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണു അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും ദത്തനൊരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നിരുന്നു. ദത്തൻ പോയ വഴിയെ നോക്കിയെന്ന വിഷ്ണുവിന് അവനിലുണ്ടായ പ്രകടമായ മാറ്റത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം മുമ്പ് ഓഫീസിൽ എത്ര തിരക്കില്ലെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവനാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ മുൻകൈ എടുക്കുന്നത്. അതുപോലെ ദേവി ആന്റിയുടെയോ രാജി ആന്റിയുടെയോ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് മാത്രം പുകഴ്ത്തിക്കൊണ്ടിരുന്നവനാണ് ഇപ്പോൾ സ്വന്തം ഭാര്യയെ പുകഴ്ത്തുന്നത്. പ്രണയം ഒരുവനെ ഇത്രത്തോളം മാറ്റിക്കളയുമെന്ന് വിഷ്ണുവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് കടന്നു വന്നത്. പ്രണയം വൃദ്ധനെ 16-കാരനാക്കും, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കും. ആ ഓർമ്മയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. ശേഷം തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ദത്തൻ പോയ വഴിയെ അവനും തിരിഞ്ഞടന്നു. ഓട്ടോയിൽ നിന്നിറങ്ങി കയറ്റോർന്ന് അകത്തേക്ക് നടക്കുമ്പോൾ തനുവിന്റെ കാറുകൾ പതിവിന് വിപരീതമായി വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ചിറ്റയിൽ നിന്നും സത്യമറിയുന്ന വാശിയോടെയാണ് ഇറങ്ങി പുറപ്പെട്ടത്. എങ്കിലും ഓരോ അടിവെക്കുമ്പോഴും അവളിൽ വല്ലാത്തൊരു ഭീതി നിറയുന്നുണ്ടായിരുന്നു.
അസംഭവ്യമായതൊന്നും കേൾക്കാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അകത്തേക്കുള്ള പടികൾ കയറി. സീറ്റ് ഔട്ടിലേക്ക് കയറുന്നുകൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ കൈകളിൽ നിന്നുള്ള വിരൽ ശരീരമൊട്ടാകെ പടരുന്ന അവൾ അറിഞ്ഞു. നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ തന്നെ കണ്ട് പകപ്പോടെ നിൽക്കുന്ന ചിറ്റയെ അവൾ നിർവികാരതയോടെ നോക്കി നിന്നു. അവളുടെ വരവിന്റെ ഉദ്ദേശം അറിയുന്നതുകൊണ്ട് തന്നെ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം രേവതി തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. തൊട്ടു പിന്നാലെ തന്നെ കടുപ്പമേറിയ മുഖത്തോടെ തനു അകത്തേക്ക് കയറി. ചിറ്റേ. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന രേവതി പിന്നിൽ നിന്ന് തനുവിന്റെ ശബ്ദം കേട്ടും തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ഗൗരവത്തിൽ നിന്ന് തന്നെ അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള വരവാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവളിൽ നിന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അവരുടെ ആ താല്പര്യമില്ലായ്മ അവളുടെ മുഖത്ത് നീരസം തെളിയിച്ചു. ചിറ്റേ. അവൾ വീണ്ടും വിളിച്ചു. അവർ ദേഷ്യത്തോടെ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. എന്താ തനു, എന്താ നിനക്ക് വേണ്ടത്? അവരും അതേ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. എനിക്കെന്താ വേണ്ടെന്ന് ചിറ്റയ്ക്ക് അറിയില്ലേ? എനിക്ക് സത്യം അറിയണം ചിറ്റേ. അതും ചിറ്റയുടെ നാവിൽ നിന്ന് തന്നെ. ഇനിയും ആര് പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. മറ്റാരെയും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ചിറ്റ പറയുന്ന എനിക്ക് വിശ്വാസം. അതുകൊണ്ട് പറയ് ചിറ്റേ, അവരൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പാതകന്റെ ചിറ്റ ചെയ്തിട്ടുണ്ടോ? അമ്മയില്ലാത്ത എന്നെയും കുഞ്ഞുവിനെയും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൊന്നുപോലെ വളർത്തിയ ചിറ്റയ്ക്ക് അങ്ങനെ മഹാഭാവം ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പറയ് ചിറ്റേ, സത്യം എന്താണെന്ന് എനിക്കറിയണം. ഇനി ഈ ടെൻഷൻ താങ്ങാൻ കൊണ്ട് പറ്റില്ല. ഒന്ന് പറയ് ചിറ്റേ, അന്നെന്താ സംഭവിച്ചത്? കണ്ണുകൾ മുറുക്കിയടച്ച് നിൽക്കാവുന്ന രേവതിയുടെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ അലറിയതും വർദ്ധിച്ച ദേഷ്യത്തോടെ രേവതി അവളെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. നടുവിടിച്ച് വീണ തനുവിന്റെ അരികിലേക്ക് വല്ലാത്തൊരു ഭാഗത്തിൽ രേവതി നടന്നു വന്നു. നിനക്കെന്താ അറിയേണ്ട തനു? എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നാണെന്നോ? പറയടി, നിനക്കറിയണോ എന്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന്? അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് രേവതി അലറിയതും പെട്ടെന്നുള്ള അവരുടെ ഭാവമാറ്റൽ തനുവാകെ പകച്ചുപോയി. പറയടി, നിനക്കറിയണോന്ന്? എന്നാ കേട്ടോ, ആ കുഞ്ഞ് മരിച്ചുപോയി. അല്ല, അതിനെ കൊന്നുകളഞ്ഞു. ആരാണെന്ന് അറിയേണ്ട നിനക്ക്? ഈ ഞാൻ തന്നെ. എന്റെ ഈ കൈകൾ കൊണ്ടാ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. മതിയോ? ഇത്രയാണ് ഞാൻ മതിയുടെ നിനക്ക്? അവിടെ നേരെ ഇരു കൈകൾ നീട്ടി അവർ അലറിക്കൊണ്ട് പറഞ്ഞു. കേട്ട വാക്കുകളുടെ നടുക്കത്തിൽ നിന്ന് മോചിതയാവാതെ അവൾ അവിടെ തന്നെ തറഞ്ഞിരുന്നു പോയി. തുടരും.